ഞാൻ അത്ര പോരാ, എനിക്ക് എന്നെ തന്നെ ഇഷ്ടമല്ല, ഞാനൊരു തോൽവിയാണ്, ഞാൻ ലൈഫിൽ ഒന്നും ഏൺ ചെയ്തിട്ടില്ല, എങ്ങനെയാണ് എനിക്ക് എന്നെ തന്നെ ഇഷ്ടപ്പെടാൻ സാധിക്കുന്നത് എന്നിങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടോ? അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് എങ്ങനെയാണ് നമുക്ക് സൈക്കോളജി ബേസ്ഡ് ആയിട്ട് റിയൽ ആയിട്ട് സെൽഫ് ലവിനെ ബിൽഡ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ്. സെൽഫ് ലവ് എന്ന് പറയുന്നത് നമ്മൾ നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നതിലൂടെയാണ്. അതായത് ഇപ്പോൾ നമുക്ക് പല ഫ്ലോസ് ഉണ്ടാവാം, നമ്മൾ നമ്മളിൽ തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറേ കാര്യങ്ങൾ ഉണ്ടാവാം. ഇതെല്ലാം ഓടെ തന്നെ നമുക്ക് നമ്മളെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമ്പോഴാണ് നമുക്ക് സെൽഫ് ലവ് ഉണ്ടാവുന്നത്. കാൾ റോജർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൈക്കോളജിസ്റ്റ് ഇതിനെ ടേം ചെയ്തിരിക്കുന്നത് അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ് എന്നുള്ളതാണ്. നമ്മൾ തന്നെ വാല്യൂ ചെയ്യുന്നത് നമുക്കുള്ള അച്ചീവ്മെൻറ്റ്സോ അല്ലെങ്കിൽ മറ്റുള്ളവർ തന്ന വാലിഡേഷൻസോ നമ്മളുടെ അപ്പിയറൻസോ ഇതൊന്നുമല്ല. നമ്മൾ നമ്മളായിട്ട് തന്നെ നമ്മളെ ആക്സെപ്റ്റ് ചെയ്യുന്നതിലും നമ്മളെ തന്നെ സ്നേഹിക്കുന്നതിലുമാണ് അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ് എന്ന് പറയുന്നത്. ഇപ്പം നമുക്കൊരു ക്ലോസ് ഫ്രണ്ട് ഉണ്ടെങ്കിൽ നമ്മൾ അവർക്ക് മേ ബി ആരും പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാരല്ലല്ലോ, അവരിലും കുറേ തെറ്റുകൾ ഉണ്ടാവാം. പക്ഷെ സ്റ്റിൽ നമ്മൾ അവരോട് കമ്പാഷനേറ്റ് ആയിട്ട് അവരെ നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ട്. അതേ രീതിയിൽ തന്നെ നമുക്ക് നമ്മളെയും ഇഷ്ടപ്പെടാൻ പറ്റണം. ഒരുപക്ഷെ അതിനേക്കാളും അധികം നമുക്ക് നമ്മുടെ സെൽഫിനെ ഇഷ്ടപ്പെടാൻ പറ്റണം. സോ ലെറ്റ്സ് ലുക്ക് ഇൻ ടു ദ 5 സയൻറ്റിഫിക് ടെക്നിക്സ് ടു ബിൽഡ് സെൽഫ് ലവ്. അതിൽ ആദ്യത്തത് അക്സെപ്റ്റിംഗ് യുവർ സെൽഫ് എന്നുള്ളതാണ്. കാൾ റോജർ പറഞ്ഞൊരു വാചകമുണ്ട്: ദ ക്യൂരിയസ് പാരഡോക്സ് ഈസ് ദാറ്റ് വെൻ ഐ അക്സെപ്റ്റ് മൈസെൽഫ് ജസ്റ്റ് ആസ് ഐ ആം, ദെൻ ഐ ക്യാൻ ചേഞ്ച്. കാൾ റോജർ പറഞ്ഞതുപോലെ നമുക്ക് നമ്മളെ പൂർണ്ണമായിട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നത്, അതിനർത്ഥം നമുക്ക് ഉള്ള കുറവുകളെയൊക്കെ നമ്മൾ അങ്ങനെ തന്നെ ഇരിക്കട്ടെ, അതിലൊന്നും വർക്ക് ചെയ്യണ്ട എന്നുള്ളതല്ല. നമുക്ക് ഡെഫിനറ്റ് ആയിട്ടും നമ്മൾക്ക് വർക്ക് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ വർക്ക് ചെയ്യാം. പക്ഷേ നമ്മൾ ആ വർക്ക് ചെയ്യുന്ന ജേർണിയെ നമുക്ക് എംപ്രൈസ് ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ എപ്പോഴും പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്, ഒരു കാര്യം കൃത്യമായി ചെയ്യാത്ത ഒരാളാണ്, അല്ലെങ്കിൽ മടി പിടിച്ചിരിക്കുന്ന ഒരാളാണ്, കൺസിസ്റ്റൻസി ഇല്ലാത്ത ഒരാളാണ്, അല്ലെങ്കിൽ എന്തും ആകാം, നിങ്ങൾക്ക് ഒരു കുറേ ഇംപെർഫെക്ഷൻസ് ഉണ്ടാവാം. ഈ ഇംപെർഫെക്ഷൻസിനെ നിങ്ങൾ ആദ്യമേ അക്നോളജ് ചെയ്യുക. ഞാൻ ഇതാണ്, ഞാൻ ഇങ്ങനെയാണ്, പക്ഷേ എനിക്കിതിൽ നിന്ന് ഇമ്പ്രൂവ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ആദ്യമേ നമ്മൾ എന്താണോ നമ്മളുടെ കുറവുകളോടെ നമ്മളെ അക്സെപ്റ്റ് ചെയ്യുക. പിന്നീട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യണോ ആ കാര്യങ്ങളിൽ നമുക്ക് വർക്ക് ചെയ്യാവുന്നതാണ്. ഇതിനെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമുക്ക് ഒരുപാട് ഫ്ലോസ് ഉണ്ടാവും. ആ ഫ്ലോസിനെയൊക്കെ നമ്മൾ യാതൊരു ജഡ്ജ്മെൻറ്റ് കൂടാതെ അതിനെ നോക്കിക്കാണുന്നതാണ് ഇതിൻ്റെ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്. പിന്നെ മറ്റൊരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ജേർണൽ വർക്ക്സ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ എഴുതാം: ഐ ആം ലേണിംഗ് ടു ലവ് മൈസെൽഫ് ഈവൻ വെൻ ഐ സ്പീക്ക് കൈൻഡ് ടു യുവർ സെൽഫ്. നിങ്ങൾ എങ്ങനെ നിങ്ങളോട് സംസാരിക്കുന്നു എന്നുള്ളത് നിങ്ങളുടെ ഒരു ഇമോഷണൽ എൻവയോൺമെൻറ്റ് ആകുന്നുണ്ട്. നിങ്ങൾ ഒരുപാട് ഹാർഷായിട്ട് നിങ്ങളോട് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ കോൺഫിഡൻസ് കുറയുകയും അത് നിങ്ങളെക്കുറിച്ച് തന്നെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ളൊരു ഫീലിംഗ് നിങ്ങളുടെ ഉള്ളിൽ തരുന്നുണ്ടാവും. ഇതിനെങ്ങനെയാണ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാമെന്ന് നോക്കാം. CBTയിൽ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ്. ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു നെഗറ്റീവ് തോട്ട് ഉണ്ടെങ്കിൽ, അതായത് ഞാൻ എന്തോ ഒരു കാര്യം മണ്ടത്തരം ചെയ്തു, ഞാൻ മെസ്ഡപ്പ് ആക്കി എന്നുള്ളൊരു തോട്ട് വന്നു, ഞാൻ എപ്പോഴും ഇത് മെസ്ഡപ്പ് ആക്കും, എനിക്ക് ഒരിക്കലും സക്സസ്ഫുൾ ആവാൻ പറ്റില്ല എന്നൊരു തോട്ട് നിങ്ങളുടെ മനസ്സിൽ വന്നു എന്ന് വിചാരിക്കാം. ആ തോട്ടിനെ നമുക്ക് വയ്ക്കാം. എന്നിട്ട് ഇതിനെ ക്വസ്റ്റ്യൻ ചെയ്യാം. ഇത് എത്ര ശതമാനം ഇത് പൂർണ്ണമായും ശരിയാണ് എന്നുള്ളതിനെ നമുക്ക് അനലൈസ് ചെയ്ത് നോക്കാം. ഇത് 100% ട്രൂ ആണോ? എല്ലാ തവണയും നിങ്ങൾ ഇങ്ങനെ തോറ്റു പോയിട്ടുണ്ടോ? അല്ലെങ്കിൽ എല്ലാ തവണയും നിങ്ങളിത് മെസ്ഡപ്പ് ആക്കിയിട്ടുണ്ടോ? എപ്പോഴെങ്കിലുമൊക്കെ നിങ്ങൾ സക്സസ്ഫുൾ ആയിട്ട് ഇത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ? ഇതുപോലെ മറ്റെന്തെങ്കിലും ടാസ്കുകളോ? സോ നമുക്ക് മനസ്സിലേക്ക് വരുന്നുണ്ടാവും, നമ്മൾ എപ്പോഴേക്കോ കുറേ കാര്യങ്ങൾ ശരിയായിട്ട് ചെയ്തിട്ടുണ്ട്, ചില സമയങ്ങളിൽ നമ്മൾ മനുഷ്യരാണ്, നമുക്ക് തെറ്റിപ്പോയിട്ടുണ്ട് എന്നുള്ളത്. അപ്പം നമ്മളുടെ ഈ നെഗറ്റീവ് തോട്ടുകളെ നമുക്ക് പൂർണ്ണമായിട്ടും അത് പറയുന്നത് അങ്ങനെ വിശ്വസിക്കാതെ നമുക്കതിൻ്റെ റിയാലിറ്റീനെ ഒന്ന് ക്വസ്റ്റ്യൻ ചെയ്യാം. എന്നിട്ട് കുറച്ചും കൂടെ കമ്പാഷനേറ്റ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് റീപ്ലേസ് ചെയ്യാം. എനിക്കൊരു തെറ്റ് പറ്റിയിട്ടുണ്ട്, പക്ഷെ ഞാൻ ഈ തെറ്റിൽ നിന്ന് പഠിച്ച് ഞാൻ ഇനിയും നല്ല രീതിയിൽ ചെയ്യാൻ എന്നെക്കൊണ്ട് സാധിക്കും എന്നുള്ളൊരു കമ്പാഷനേറ്റ് രീതിയിൽ നമ്മുടെ ഈ ഒരു നെഗറ്റീവ് തോട്ടിനെ നമുക്ക് മാറ്റാവുന്നതാണ്. സോ ഈ ഒരു വേയിൽ നമുക്ക് നമ്മളോട് തന്നെ കൈൻഡ് ആവാനും കമ്പാഷനേറ്റ് ആയിട്ട് പെരുമാറാനും ഒക്കെ സാധിക്കുന്നതാണ്. ഡിസ്കവർ യുവർ പാഷൻ ആൻഡ് പേർപ്പസ്. നമ്മുടെ ലൈഫിൽ നമ്മൾ വാല്യുബിൾ ആണെന്ന് തോന്നിപ്പിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമുക്ക് വേണം, നമ്മുടെ ലൈഫിൽ ഒരു മീനിങ് ക്രിയേറ്റ് ചെയ്യുന്നത് പോലെ. മേ ബി അത് നിങ്ങളുടെ ഒരു പാഷൻ ഫോളോ ചെയ്യുന്നതായിരിക്കാം. നമുക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു ഹോബി, എന്തെങ്കിലും ഒരു പാഷനേറ്റ് ആയിട്ടുള്ളൊരു കാര്യം ഉണ്ടാവണം നമ്മുടെ ലൈഫിൽ ചെയ്യാനായിട്ട്.
അതിപ്പോൾ പാട്ട് പാടുന്നതോ പടം വരയ്ക്കുന്നതോ ഡാൻസ് ചെയ്യുന്നതോ എന്തും ആകാം. പക്ഷേ നിങ്ങൾക്ക് ഹാപ്പിലി എൻഗേജ്ഡ് ആയിട്ടിരിക്കാൻ പറ്റുന്ന ഒരു പേർപ്പസ് നിങ്ങളുടെ ലൈഫിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അത് നിങ്ങളുടെ ട്രൂ സെൽഫിനോട് കണക്ട് ചെയ്യാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. നമുക്ക് എക്സൈറ്റ്മെൻറ്റ് തരുന്ന എന്തെങ്കിലും ഒരു ഹോബി കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആക്ഷൻ ആയിരിക്കാം, അതിലേക്ക് നമ്മൾ എൻഗേജ്ഡ് ആകുക. അതുപോലെ നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ നമുക്ക് ലേൺ ചെയ്യാവുന്നതാണ്. ഇപ്പം ഒരു ഹോബി നമുക്കിത് പണ്ടെപ്പോഴൊക്കെ ആഗ്രഹമുണ്ട് ഈ ഒരു കാര്യം ചെയ്യണം, അല്ലെങ്കിൽ ചെറുതിലേ നമുക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിട്ടുണ്ടാവാം, ചിലപ്പം ഡാൻസ് പഠിക്കണം എന്നോ അല്ലെ പഠിക്കണം എന്നൊക്കെ. പക്ഷെ അന്നത്തെ സാഹചര്യം കൊണ്ട് നമുക്കത് സാധിച്ചില്ല. സോ ഇന്ന് നമുക്കത് അങ്ങനെ ഒരു കാര്യം പുതുതായിട്ട് ലേൺ ചെയ്യാവുന്നതൊക്കെയാണ്. അപ്പോൾ നമ്മളുടേതായ ഓരോ ആൾക്കാർക്കും ഡിഫറെൻറ്റ് രീതികളായിരിക്കാം അവർക്ക് മീനിങ് തോന്നുന്നത്, അവരുടെ ലൈഫിന് മീനിങ് കൊടുക്കുന്നത് ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് കാര്യങ്ങളായിരിക്കാം. നിങ്ങളുടേത് എന്താണെന്ന് നിങ്ങൾ കണ്ടെത്തുക, അത് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുക. സെറ്റ് എ ഹെൽത്തി ബൗണ്ടറി. നമുക്ക് പല ആൾക്കാരും ഫേസ് ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ടാണ് കൃത്യമായിട്ട് നോ പറയേണ്ട സ്ഥലത്തൊരു നോ പറയാൻ പറ്റാത്തത്, അസേർട്ടീവായിട്ട് സംസാരിക്കാൻ പറ്റാത്തത്. ആരെങ്കിലും എന്തെങ്കിലും കാര്യം പറഞ്ഞാലും നമ്മളുടെ നീഡ്സ് ഒക്കെ മാറ്റി വെച്ചിട്ട് അവരുടെ ഇഷ്ടത്തിന് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളത്. ആക്ച്വലി കൃത്യമായിട്ടൊരു ബൗണ്ടറി വെക്കുന്നതും നമ്മുടെ ലിമിറ്റ് എവിടെയാണെന്ന് മറ്റുള്ളവരോട് പറയുന്നതും നമുക്ക് ഈ കാര്യം ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നതും ഒരു വേ ഓഫ് സെൽഫ് ലവ് ആണെന്ന് നമുക്ക് പറയാം. കാരണം അത് നമുക്ക് തന്നെ ഒരു വേർത്ത് തരുന്നുണ്ട്, നമുക്ക് തന്നെ അതൊരു ഇമോഷണൽ സേഫ്റ്റി തരുന്നുണ്ട്, നമുക്ക് വേണ്ട കാര്യത്തിൽ നമുക്ക് പറയാൻ പറ്റുന്നുണ്ട്. മറ്റുള്ളവർ നമ്മളെ ഇങ്ങനെ ബൗണ്ടറീസ് വെക്കാൻ തുടങ്ങിയതിന് ശേഷം നമ്മളെ ബെറ്റർ ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ തുടങ്ങും. സോ ഇതൊക്കെ നമുക്കൊരു കൈൻഡ് ഓഫ് ഒരു ഹീലിങ്ങിനുള്ളൊരു സമയം തരുവാണ്, അതിനുള്ളൊരു സ്പേസ് തരുവാണ്. ആൾക്കാർ കുറേയും കൂടെ നമ്മളെ ബെറ്റർ ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ തുടങ്ങും, നമുക്ക് കുറച്ചും കൂടെ ഒരു സെൽഫ് വേർത്ത് തോന്നുന്നുണ്ടാവാം. ആൻഡ് നമുക്ക് വേണ്ടി എന്തൊക്കെയോ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളൊരു തോന്നലും നമുക്ക് തോന്നുന്നത് ഈ ഒരു ബൗണ്ടറി ഉള്ള സമയത്താണ്. ആൻഡ് ഓൾസോ പലപ്പോഴും നമുക്കൊരു ബൗണ്ടറി ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ബേൺ ഔട്ടും സംഭവിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഹെൽത്തി ബൗണ്ടറി സെറ്റ് ചെയ്യുന്നത് ഒരു സെൽഫ് ലവ് ജേർണിയുടെ ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്. അത് മേ ബി നമുക്ക് എങ്ങനെ പ്രാക്ടീസ് ചെയ്യാമെന്ന് ചോദിക്കുവാണെങ്കിൽ, നമുക്ക് ചെറിയൊരു നോ പറയുന്നതിലൂടെ, ഇന്ന കാര്യങ്ങൾ എന്നെ കൊണ്ടാവില്ല എന്ന് പറയുന്നതിലൂടെയൊക്കെ നമുക്കിത് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങാവുന്നതാണ്. ബിൽഡ് എ സെൽഫ് ലവ് റുട്ടീൻ. നമുക്കറിയാം സെൽഫ് ലവ് എന്ന് പറഞ്ഞ കാര്യം ഒറ്റ ദിവസത്തിൽ ഉണ്ടാവുന്നതല്ല. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു റുട്ടീൻ സെറ്റ് ചെയ്തെടുക്കേണ്ടതുണ്ട്. നമ്മളത് ത്രൂ പ്രാക്ടീസാണ് ഈ ഒരു കാര്യം നമ്മളിൽ ഉണ്ടാവുന്നത്. നമുക്കതൊരു നൈറ്റ് ടൈം റുട്ടീനോ അല്ലെങ്കിൽ ഒരു മോർണിംഗ് ടൈം റുട്ടീനോ ഒക്കെ ക്രിയേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പം മോർണിംഗ് ആണോ നൈറ്റ് ആണോ നിങ്ങൾക്ക് കംഫർട്ടബിൾ, ആ ഒരു ടൈം നിങ്ങൾ ചൂസ് ചെയ്യുക. അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കാം. മോർണിംഗോ അല്ലെങ്കിൽ നൈറ്റോ നമുക്ക് അഫർമേഷൻസ് പ്രാക്ടീസ് ചെയ്യുന്നത്, ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽസ് പ്രാക്ടീസ് ചെയ്യുന്നത്. ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിനെ കുറിച്ച് മുന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. നമുക്ക് ഗ്രേറ്റ്ഫുൾ ആയിട്ട് തോന്നുന്ന നമ്മുടെ ഡെയിലി ലൈഫിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാവാം, നമുക്ക് ഗ്രേറ്റ്ഫുൾനെസ് തോന്നുന്ന 3 ഡിഫറെൻറ്റ് കാര്യങ്ങൾ നമുക്ക് ഡെയിലി പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. അതുപോലെ നമുക്ക് നമ്മുടെ ബോഡിയെ ടേക്ക് കെയർ ചെയ്യുന്നത്, അത് നമ്മുടെ സെൽഫ് കെയർ സ്കിൻ കെയർ റുട്ടീൻസ് ആവാം, അതല്ലെങ്കിൽ ഒരു തണുത്ത ഷവർ ചെയ്യുന്നതാവാം, അല്ലെങ്കിൽ ഒരു ഹോട്ട് ഷവർ ചെയ്യുന്നതാവാം, ഓരോ നമ്മുടെ ബോഡിയിൽ എക്സസൈസ് ചെയ്യുന്നത്, നമ്മൾ കൃത്യമായ നല്ല ഭക്ഷണം ആരോഗ്യമായിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നതാവാം. ഇതൊക്കെ നമ്മുടെ ബോഡിയെ ടേക്ക് കെയർ ചെയ്യുന്നതും ഒക്കെ ഒരു പാർട്ട് ഓഫ് ഒരു സെൽഫ് ലവ്. ആൻഡ് ഓൾസോ എൻഡ് ഓഫ് ദ ഡേ നമുക്ക് ജേർണലിങ്ങിലൂടെ നമ്മളുടെ ഒരു ഡേനെ റിഫ്ലക്റ്റ് ചെയ്യാവുന്നതാണ്. ഈ ജേർണലിംഗ് എന്ന് പറയുമ്പം അത് നമുക്ക് പല രീതിയിൽ എഴുതാം. സോ ഈ ഒരു റിഫ്ലക്ഷൻ എന്ന് പറയുമ്പം ഇന്നൊരു ദിവസം നമുക്ക് എങ്ങനെയായിരുന്നു, ഇതിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു, ഇനി എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാം എന്നിങ്ങനെ ഒരു റിഫ്ലക്ഷൻ നമ്മൾ ഈ ഒരു സെൽഫ് ടൈം റുട്ടീനിൽ അല്ലെങ്കിൽ ഒരു സെൽഫ് കെയർ ടൈമിൽ ഇതൊക്കെ കണ്ടെത്തുന്നത്. ഈ ഒരു ടൈം എന്ന് പറയുന്നത് പലപ്പോഴും പല ആൾക്കാരോടും പറയുമ്പം പലരും പറയുന്നത് എനിക്ക് സമയമില്ല എന്നുള്ളതാണ്. പക്ഷെ ആക്ച്വലി സമയം നമ്മളുടെ പ്രയോറിറ്റി അനുസരിച്ച് നമുക്ക് കണ്ടെത്താവുന്നതാണ്. നമ്മൾ ഓരോ ആൾക്കാരും ഓരോ ജീവിത സാഹചര്യങ്ങളിൽ നിന്നാണ് കടന്നു വന്നിട്ടുള്ളത്. നമ്മൾ ചെറുപ്പത്തിൽ കടന്നു പോയിട്ടുള്ള കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ക്രിറ്റിസിസങ്ങൾ, അതുപോലെ കമ്പാരിസൺസ്, സൈലൻ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്, ഇതൊക്കെ മേ ബി നിങ്ങൾ എവിടേക്കോ നിങ്ങൾ ലേൺ ചെയ്ത് വെച്ചേക്കാണ്. എനിക്ക് എന്തെങ്കിലും അച്ചീവ്മെൻറ്റ് ഉണ്ടെങ്കിൽ, ഞാൻ എന്തെങ്കിലുമൊക്കെ വേർത്തി ആയിട്ട് ചെയ്താൽ മാത്രമാണ് ഞാൻ ലവ് എന്ന് പറഞ്ഞ കാര്യം ഡിസേർവ് ചെയ്യുന്നുള്ളൂ എന്നുള്ളത്. ആക്ച്വലി അങ്ങനെയല്ല. നിങ്ങൾ ഒന്നും ചെയ്തില്ലെങ്കിലും യു ഡിസേർവ് ടു ബി ലവ്. സോ ആ ഒരു തിരിച്ചറിവാണ് നമുക്ക് സെൽഫ് ലവ് എന്ന് പറഞ്ഞൊരു കാര്യത്തിലേക്ക് എടുത്തു വെക്കേണ്ട ആദ്യത്തെ ചവിട്ടുപടി എന്ന് പറയുന്നത്. ഇത്രയും നാളെ നിങ്ങൾ മനസ്സിൽ കൊണ്ടു നടന്ന ആ കള്ളങ്ങളൊക്കെ നിങ്ങൾ അൺലേൺ ചെയ്യുക. അണ്ടർസ്റ്റാൻഡ് ദാറ്റ് യു ഡിസേർവ് ടു ബി ലവ് ആൻഡ് സ്റ്റാർട്ട് ട്രീറ്റിംഗ് യുവർ സെൽഫ് ലൈക്ക് സംവൺ വർത്ത് ലവിങ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.
നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പറയാവുന്നതാണ്. അതുപോലെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതുമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ ബൈ.